വസീഫ്, ഇങ്ങനെ ഒരു അസാധാരണമായ രാഷ്ട്രീയ പ്രസ്താവന സതീശൻ നടത്തി. അതിന് പിന്നാലെ വന്നിരിക്കുന്ന വാർത്ത, ഞങ്ങളൊക്കെ ഇന്ന് കൊടുത്തിരിക്കുന്നത് വന്ന വാർത്ത, ഒന്ന്, UDF ഇവരുമായിട്ട്, വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിലേക്ക് തന്നെ പോവുകയാണ്. അവരെ അസോസിയേറ്റ് അംഗത്വം അവർക്ക് UDFൽ കൊടുക്കാൻ പോകുന്നു. അവരെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായി പരിഗണിച്ച് അവർക്ക് മലബാറിൽ സീറ്റുകൾ കൊടുക്കാൻ പോകുന്നു. ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അവർക്ക് സീറ്റുകൾ നൽകും. എത്ര എന്നുള്ള മറ്റ് വിശദാംശങ്ങൾ പിന്നീട് തീരുമാനിക്കും. ആ സീറ്റ് കോൺഗ്രസിൻ്റേതായിരിക്കും. കോൺഗ്രസ് വിട്ടുകൊടുക്കുന്ന ആ സീറ്റിൽ പൊതുസമ്മത സ്ഥാനാർത്ഥിയെ വെൽഫെയർ പാർട്ടി നിൽക്കും. അപ്പോൾ പൂർണ്ണമായി പ്രഖ്യാപിതമായൊരു സഖ്യം പോലെ അല്ല ഇപ്പോൾ വാർത്തകളിൽ വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ താങ്കൾ എങ്ങനെ കാണുന്നു? പിന്തുണ പലരിൽ നിന്നും സ്വീകരിക്കും. ആ പിന്തുണ തന്നത് സംഘടനകൾ വിശദീകരിക്കാറുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു കുറ്റവിമുക്തി, ഇങ്ങനെ ഒരു പരിവേഷം ആ സംഘടനയ്ക്ക് ചാർത്തി കൊടുക്കുന്നു. പിന്നാലെ ഈ വാർത്ത വരുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പ്രതികരണം വസീഫ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നൊരു ചർച്ച സത്യത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു ചർച്ചയാണ്. അത് ഈ നിലമ്പൂരിൻ്റെ പശ്ചാത്തലത്തിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം വന്ന ഒരു ചർച്ചയല്ല. ഈ VD സതീശൻ അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ ചില നേതൃത്വം, നേതൃത്വത്തിൽപ്പെട്ട ചിലർ, UDFലെ ചില നേതാക്കൾ, എല്ലാവരും ഉണ്ട് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 2 ടേമിലുള്ള ഇടത് ഭരണം, അതായത് 10 വർഷമാകാൻ പോകുന്ന ഇടതുപക്ഷ ഭരണം വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. ഇവർ ആരാണെന്ന് വെച്ചാൽ ഇവർ വലിയ കച്ചവടക്കാരാണ്, ഇവർ വലിയ ബിസിനസ് താല്പര്യമുള്ളവരാ, രാഷ്ട്രീയ താല്പര്യമുള്ളവരാ, ഇവർ അധികാര കൊതിയുള്ളവരാ. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിലെ ചില നേതൃത്വത്തെയും ചില UDFലെ നേതൃത്വവും ഒക്കെ, അതിൽ പ്രത്യേകിച്ച് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് അധികാരമില്ലാതെ ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്തണം, അതിനാരെ കൂട്ടിയാലും തെറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ KC വേണുഗോപാലിനോട് ചോദിച്ച സമയത്ത് KC വേണുഗോപാൽ പറഞ്ഞത് എന്താ? ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. അതെ, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് VD സതീശൻ. ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. ക്ലീൻ ചിറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മറ്റു മതസംഘടനകളുണ്ട്, അത് സമസ്തയുണ്ട്, കാന്തപുരം വിഭാഗം സുന്നി ഉണ്ട്. അവരൊക്കെയാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു നേതൃത്വമായി നിൽക്കുന്നവർ. ഭൂരിഭാഗം മുസ്ലിം മതവിശ്വാസികളും വിശ്വസിക്കുകയും പിൻപറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഇവരെയെല്ലാമാണ്. അവരൊക്കെ എത്ര കൃത്യമായിട്ടാണ് നിലപാട് പറയുന്നത്. SYSൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേട്ടില്ലേ? അവർ ചോദിക്കുന്നു, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക് ഞങ്ങളാരും അറിഞ്ഞില്ല, എന്നാൽ സതീശൻ അറിഞ്ഞു. എന്താ ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട്? ഇവർ അടച്ചിട്ട മുറിയിലോ അല്ലാതെയൊക്കെ ചർച്ച ചെയ്തോട്ടെ, അതിനൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അവർ ചർച്ച ചെയ്യട്ടെ. പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടന തീവ്രവാദ നിലപാടെടുക്കുന്നു എന്ന് മാസങ്ങൾക്ക് മുൻപ് വരെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ പറഞ്ഞ ഈ ജമാഅത്തെ ഇസ്ലാമി, KM ഷാജി ഉൾപ്പെടെ ISISനോട് ഉപമിച്ച ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിക്ക് VD സതീശൻ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. കഴിഞ്ഞ മാസമാണ് സോളിഡാരിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന, ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും എല്ലാം ചേർന്ന് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. അതിൽ സയ്യിദ് കുത്തുബ്, അതുപോലെ തന്നെ ഹസനുൽ ബന്ന ഉൾപ്പെടെയുള്ളവരുടെ ചിത്രം ഉപയോഗിക്കുന്നു. അത് നമ്മൾ കണ്ടു, വ്യാപകമായി നമ്മൾ ചർച്ച ചെയ്തതാ. ഈ സയ്യിദ് കുത്തുബും ഹസനുൽ ബന്നയും ഒക്കെ ആരാ? ലോക തീവ്രവാദത്തിന് ദൈക്ഷണികമായി ആശയപരമായി പിന്തുണ കൊടുക്കുന്ന ആളുകളാണ്. ഈ ലോക തീവ്രവാദികൾ അവരുടെയെല്ലാം നേതൃത്വമായി, അവരുടെയെല്ലാം വലിയ നേതാക്കന്മാരായി കാണുന്നവരാണ് ഇവരിൽ നിന്നെല്ലാം പലതും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ രാജ്യത്ത് വലിയ അപകടകരമായ രാഷ്ട്രീയം രാജ്യത്തിന് പുറത്തുമൊക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ പഹൽഗാമിൻ്റെ പശ്ചാത്തലത്തിൽ
നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ. അവിടെയും ഈ അക്രമത്തിലൊക്കെ നേതൃത്വം കൊടുത്ത തീവ്രവാദികളുടെയൊക്കെ ഒരു ഗോഡ് ഫാദേഴ്സ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഊർജം എന്ന് പറയുന്നത് ഈ സയ്യിദ് കുത്തുബും ഈ ഹസനുൽ ബന്നയും ഉൾപ്പെടെയുള്ളവരുടെ ഒരു രാഷ്ട്രീയമാണ്, അവരുടെ നിലപാടുകളാണ്. ബ്രദർഹുഡ് നേതാക്കൾ ആ ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുബിനെയും ഒക്കെ ഇവർ തള്ളിപ്പറയോ? ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറയോ? ഈ ബ്രദർഹുഡിൻ്റെയും മറ്റും നേതാക്കന്മാർ ഇവരുടെ എല്ലാം നേതാക്കന്മാരായി ഇവർ കാണുന്നവരുടെ ഈ പടം ഉപയോഗിച്ച് ഈ കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലാണ്. ആ മലപ്പുറം ജില്ലയിൽ വന്ന് ഇങ്ങനെ ഒരു വലിയ സമരം നടത്തി വലിയ അക്രമത്തിലേക്കൊക്കെ പോകുന്ന തരത്തിൽ ആ സമരം വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ എന്തിനാണ് ഈ സയ്യിദ് കുത്തുബിന്റെ ചിത്രം അവർ ഉപയോഗിച്ചത്, ഹസനുൽ ബന്നയുടെ ചിത്രം ഉപയോഗിച്ചത്? അതെ, ഈ നാട് ചോദിക്കില്ലേ? ആഴ്ചകൾക്ക് ശേഷം അവർക്ക് രാഷ്ട്രീയ കുറ്റവിമുക്തി നൽകുന്നു. അതാണ് പ്രശ്നം. നീക്കുപോക്കുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും.